കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി CBI. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി CBIയുടെ കുറ്റപത്രം. കുട്ടികളുടെ മുന്നിൽ വെച്ച് കേസിലെ ഒന്നാം പ്രതിയായ വലിയ മധുവും അമ്മയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി CBIയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ മാതാപിതാക്കൾ ഒത്താശ ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മൂത്ത മകളെ ഒന്നാം പ്രതി ലൈംഗികാതിക്രമം നടത്തിയത് അറിഞ്ഞിട്ടും ഇളയ മകൾക്കെതിരെയും ലൈംഗികാതിക്രമം നടത്താൻ അമ്മ പ്രേരിപ്പിച്ചുവെന്നും CBI കൂട്ടിച്ചേർത്തു. 2 ആഴ്ച മുൻപ് കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കാൻ അമ്മയുടെയും അച്ഛന്റെയും പ്രേരണ ഉണ്ടായിരുന്നതായി പറയുന്നത്. കേസിലെ ഒന്നാം പ്രതി തന്റെ മൂത്ത മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന് അറിഞ്ഞതിനു ശേഷവും അവധി ദിവസങ്ങളിൽ മദ്യപിച്ച് വീട്ടിൽ വരാൻ ഇയാളെ അമ്മ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നും CBI കണ്ടെത്തി. മാതാപിതാക്കൾ മക്കളെ മനഃപൂർവ്വം അവഗണിച്ചതിനെ തുടർന്നാണ് കുട്ടികൾ ബലാത്സംഗത്തിനിരയാവുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തത്. 2016 ഏപ്രിലിൽ മൂത്ത മകളെ ഒന്നാം പ്രതി ഉപദ്രവിക്കുന്നത് അമ്മ നേരിട്ട് കണ്ടിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഇയാൾ വീണ്ടും മകളെ ദുരുപയോഗം ചെയ്യുന്നത് അച്ഛനും കണ്ടു. എന്നിട്ടും മൂത്ത മകൾക്കെതിരെയുള്ള ഒന്നാം പ്രതിയുടെ ലൈംഗികാതിക്രമത്തെക്കുറിച്ച് പോലീസിനോട് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായില്ല. മാത്രവുമല്ല, പ്രതിയുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്തെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. മൂത്ത മകളുടെ മരണത്തിനു ശേഷവും ഇളയ കുട്ടിയെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ മാതാപിതാക്കൾ പറഞ്ഞയക്കാറുണ്ടായിരുന്നുവെന്ന നിർണായക കണ്ടെത്തലും കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ തന്റെ സഹോദരിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ഇളയ കുട്ടിക്ക് ഒന്നാം പ്രതി ഉപദ്രവിച്ച കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും CBI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളുടെ മനഃപൂർവ്വമായ അശ്രദ്ധ കാരണമാണ് 2 മക്കളും പീഡിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാണ് CBI കുറ്റപത്രം അവസാനിപ്പിക്കുന്നത്. CBIയുടെ കുറ്റപത്രത്തിൽ അമ്മയും അച്ഛനും 2-3 പ്രതികളാണ്. 2017 ജനുവരി 7-ാം തീയതിയാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ച് 4-ന് ഇതേ വീട്ടിൽ സഹോദരിയായ 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2017 മാർച്ച് 12-നാണ് മരിച്ച കുട്ടികൾ പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. എന്നാൽ 2019 ജൂൺ 22-ന് സഹോദരിമാരുടെ മരണം ആത്മഹത്യയാണെന്ന് രേഖപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. തുടർന്ന് കേസിലെ പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടതിനെ തുടർന്ന് കുട്ടികളുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് കേസ് CBIക്ക് കൈമാറിയത്.